ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ 1 ഇയർ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് വീക്ക് 10 സ്ട്രക്ചറൽ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ടോപ്പിക് ഏതൊക്കെയാണ്? ട്രസ് ആൻഡ് മെത്തേഡ് ഓഫ് സ്ട്രക്ചറൽ അനാലിസിസ് ആണ്. ട്രസസ് ആൻഡ് മെത്തേഡ് ഓഫ് സ്ട്രക്ചറൽ അനാലിസിസ് ആണ്. നമുക്ക് ഈ ഒരു സെഷനിൽ ട്രസസിന്റെ ഡിസ്കഷൻ നോക്കാം. ഓക്കെ, എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് ട്രസ്സിൽ പറയാനുള്ള പോയിന്റുകൾ എന്ന് നോക്കാം. സോ ആദ്യം ട്രസിനെ കുറിച്ച് ആധികാരികമായി പറയുമ്പോൾ നമ്മൾ ആദ്യം ട്രസ് എന്താണെന്ന് അറിയണം അല്ലെ. ആദ്യം ട്രസ് എന്താ പറഞ്ഞാലേ പിന്നെ ട്രസിനെ കുറിച്ചുള്ള ഡിസൈനും അതിന്റെ അനാലിസിസും ഒക്കെ പറഞ്ഞു കയറേണ്ടുള്ളൂ. ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്ട്രേറ്റ് ആക്സിയൽ മെമ്പേഴ്സ് ആണ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്ട്രേറ്റ് ആണ് മെമ്പേഴ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്സിയൽ മെമ്പേഴ്സ് ആണ്, സ്ട്രേറ്റ് ആക്സിയൽ മെമ്പേഴ്സ്, which are connected by pin joints, which are connected by ഇത്തരത്തിലുള്ള straight members are connected by pin joint അല്ലെങ്കിൽ എന്ത് പറയാം, pin joint അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന പോലെ they can be also termed as hinge joint. They can be also termed as hinge joint ആണ്. straight axial members ആണ്. എല്ലാ മെമ്പേഴ്സും ജോയിൻ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? പിൻ ജോയിന്റ്സ് ആണ്. അതേപോലെ തന്നെ always the load act at the joints only. Always the load acts at the joints only. നിങ്ങളെ ട്രസ് മെമ്പറിൽ at the joints only എപ്പോഴും ഈ പറയുന്ന എന്ത് നമ്മളുടെ ഈ സാധനം ഉണ്ടല്ലോ, നമ്മളുടെ ഈ സാധനം ഏത് നമ്മളുടെ ലോഡുകൾ ആക്ട് ചെയ്യുന്നത് എപ്പോഴും എവിടെയായിരിക്കും? ലോഡ് ഓൾവേസ് ആക്ട് അറ്റ് ദ ജോയിന്റ്സ് ആണ്. അത് നിർബന്ധമുള്ള കാര്യമാണ്, വളരെയധികം നിർബന്ധമുള്ളതാണ്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ സിൻസ് ദ ലോഡ് ആർ ആക്ടിങ് അറ്റ് ദ ജോയിന്റ്സ് ഓൺലി, നോ ബെൻഡിങ് മൊമെന്റ് ഡെവലപ്സ് ഇൻ ദ മെമ്പർ ട്രസ് ആണ്. ഓക്കെ അല്ലേ? ഇത്രയും ബേസിക് ആയിട്ടുള്ള പോയിന്റുകളാണ്. ചിലപ്പോൾ എഴുതിയപ്പോൾ ഒന്ന് മനസ്സിലായില്ല വരും, നമ്മളെല്ലാം വരയ്ക്കും, എല്ലാം വരച്ച് മനസ്സിലാക്കും. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്ട്രേറ്റ് ആക്സിയൽ മെമ്പേഴ്സ് which are connected by means of pin joint or hinge joint ആണ്. അങ്ങനെയുള്ള ജോയിന്റുകളിൽ മാത്രമേ ലോഡ് ആക്ട് ചെയ്യുള്ളൂ, വേറെ ഒരു സ്ഥലത്തും ലോഡ് ആക്ട് ചെയ്യില്ല. നിങ്ങളുടെ ട്രസ് എന്ന് പറയുന്ന മെമ്പറിൽ ലോഡുകൾ ആക്ട് ചെയ്യുന്നത് ജോയിന്റിൽ മാത്രമാണ്. ആ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ട്രസ് എന്ന് പറയുന്ന മെമ്പറിൽ ഒരിക്കലും ഒരു കാരണവശാലും എന്ത് ഡെവലപ്പ് ചെയ്യപ്പെടില്ല? ബെൻഡിങ്ങോ ഉണ്ടാവില്ല. ശ്രദ്ധിക്കുക, ഫിഗർ വരച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ മെമ്പർ കാണുന്നത്. ഓക്കെ അല്ലെ? ഇതാണ് നമ്മുടെ ട്രസ് മെമ്പർ. ഒരു വളരെ ചെറിയ ഡ്രസ്സ് നമുക്ക് വരച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായിരിക്കും പരിപാടി, അതായിരിക്കും ലാഭം അല്ലെ. വെറുതെ കോംപ്ലിക്കേറ്റ് ഡ്രസ്സ് വരച്ച് സീനാക്കേണ്ട ആവശ്യമില്ലല്ലോ. നോക്കിയേ, ഇതാണ് നമ്മളെ ട്രസ് മെമ്പർ കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണേ എണ്ണി നോക്കാം. ഇത് മെമ്പറാണ് അല്ലെ. നമ്പർ ഓഫ് മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിന്റെയും ജോയിന്റ് എന്താണ്? എല്ലാ മെമ്പേഴ്സിന്റെയും ജോയിന്റ് പിൻ ജോയിന്റഡ് ആണ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ജോയിന്റ് ആണ്. നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ എ ട്രസ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ പറയുന്ന ട്രസ് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ ഹിഞ്ച് ജോയിന്റ് ആണ്. ബി എന്ന് പറയുന്ന പോയിന്റിൽ തലന്റെ മോളായി പോയി. ബി എന്ന് പറയുന്ന പോയിന്റിൽ അവിടെ റോളർ സപ്പോർട്ട് ആണ്. അതും എന്ത് തന്നെയാണ്? ഹിഞ്ച് ജോയിന്റ് ആണ്. ശ്രദ്ധിക്കുക, ലോഡുകൾ എപ്പോഴും ആക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? എപ്പോഴും നിങ്ങളെ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇതാ at the joint only ആണ്. that can be a horizontal load, inclined load ആവാം. ഇവിടെ vertical load മാത്രം കാണിക്കുന്നു, ഇവിടെ vertical ലോഡും inclined ലോഡും ഉണ്ട്. എന്തായാലും വേണ്ടിയില്ല, ലോഡ് ആക്ട്സ് ഓൺലി ജോയിന്റ് ഓൺലി. ഓക്കെ അല്ലെ? ഈ കാണിച്ചിരിക്കുന്ന ഒക്കെ എന്താണ്? ജോയിന്റുകളാണ്. These are the joints ആണ് and the load act only at the joints only. ക്ലിയർ ആണോ പോയിന്റ്? ഒരു കാരണവശാലും നിങ്ങളുടെ മെമ്പറിൽ എന്ത് ചെയ്യില്ല? ലോഡ് ആക്ട് ചെയ്യില്ല. അഥവാ മെമ്പറിൽ ഈ കാണിച്ചിരിക്കുന്ന പച്ച കളർ എന്ന രീതിയിൽ ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്പറിന് ബെൻഡിങ് സംഭവിക്കും. കാണുന്നുണ്ടോ? അഥവാ ആ രീതിയിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മെമ്പറിന് ബെൻഡിങ് സംഭവിക്കും, അവിടെ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. സോ ഇത്തരത്തിലുള്ള ലോഡിങ് ഈസ് നോട്ട് പോസിബിൾ ഇൻ കേസ് ഓഫ്, ഓർ ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ ഇൻ കേസ് ഓഫ് ട്രസ് ആണ്. കാര്യങ്ങൾ ഓക്കെ ആണെന്ന് ഉദ്ദേശിക്കുന്നു. ഇനി ഡെഫിനേഷൻ നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ പോയിന്റ് ഓക്കെയാണ്. എല്ലാ ജോയിന്റിലും ലോഡ് ആക്ട് ചെയ്യപ്പെടുള്ളൂ. സിൻസ് ദർ ഈസ് നോ ലോഡ് ആക്ടിങ് ഓൺ ദ മെമ്പേഴ്സിൽ ലോഡ് ആക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവില്ല. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഓക്കെയാണ്.
ക്ലിയർ അല്ലേ? രണ്ട് സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ പകുതി ഓക്കെ ആയിരിക്കും. ഓൾ ദ മെമ്പേഴ്സ് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് ഹിഞ്ച് ജോയിന്റ് ആണ്. ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു മെമ്പർ ആണ്, ഒരു വരലൊരു മെമ്പർ ആണ്, അടുത്ത മെമ്പർ ആണ്. യെസ്, അവരെ തമ്മിൽ നമുക്ക് റൊട്ടേഷൻ അലൗ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, പിൻ ജോയിന്റഡ് ആണ്, പിൻ ജോയിന്റഡ് ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ആദ്യ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സ്ട്രേറ്റ് ആക്സിയൽ മെമ്പർ. വാട്ട് യു മീൻ ബൈ സ്ട്രേറ്റ് ആക്സിയൽ മെമ്പർ? അല്ലെ, ഈ ഫിഗറിൽ നിന്നും വളരെയധികം വ്യക്തമാണ്. എല്ലാ മെമ്പറും സ്ട്രേറ്റ് ആണ്, എല്ലാ മെമ്പറും സ്ട്രേറ്റ് ആണ്. ഒരു മെമ്പർ പോലും എങ്ങനെ കാണപ്പെടുന്നില്ല? ഇത്തരത്തിൽ വളഞ്ഞു കാണപ്പെടുന്നുണ്ടോ? മനുഷ്യ കാണപ്പെടുന്നുണ്ടോ? യെസ്, ദിസ് ഈസ് എ കർവ്ഡ് മെമ്പർ. ദിസ് ടൈപ്പ് ഓഫ് മെമ്പേഴ്സ് ആർ നോട്ട് പോസിബിൾ. ദിസ് ടൈപ്പ് ഓഫ് മെമ്പർ in a truss is not possible. This type of member is not possible. Okay, ഇത് സാധ്യമല്ല, അത് നമുക്ക് താല്പര്യമില്ല. ക്ലിയർ അല്ലേ പോയിന്റ്? that type of members are not possible. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. എല്ലാ മെമ്പേഴ്സും സ്ട്രേറ്റ് ആണ്, സ്ട്രേറ്റ് മാത്രം, സ്ട്രേറ്റ് മാത്രം, സ്ട്രേറ്റ് മെമ്പർ. അവർ സ്ട്രേറ്റ് ആണ്, അവർ ആക്സിയൽ മെമ്പേഴ്സ് ആണ്. ഓക്കെ അല്ലേ? all the members are axial members. what do you mean by axial member? what do you mean by axial member? ഈ മെമ്പേഴ്സിൽ yes, only axial forces act. Only axial forces are developed. Forces are developed, or they can only carry what kind of force? Axial force മാത്രമേ എടുക്കുള്ളൂ. എന്ന് വെച്ചാ നമ്മുടെ മെമ്പർ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ്സ് സേ എ ബി എന്ന് പറയുന്ന മെമ്പർ ആണ്. ഇവിടെ ഇഞ്ചാണ്, ഇവിടെ ഇഞ്ചാണ്. ഇതിന്റെ മുകളിൽ ഒന്നെങ്കിൽ കംപ്രഷനോ ഓർ ഒന്നെങ്കിൽ ഇതേ മെമ്പറിൽ എന്തേ ഉണ്ടാവുള്ളൂ? യെസ്, ദേ ക്യാൻ ബി ആക്ടിങ് വിത്ത് axial forces, tension or compression only. സെറ്റല്ലേ? 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 ഒന്നെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ആണ്. ഒന്നെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷനേ ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ ട്രസ് മെമ്പേഴ്സിൽ. ഇത്രയും പോയിന്റുകൾ ചേർത്ത് വെച്ച് പറയുമ്പോൾ മാത്രമേ ട്രസ് എന്താണെന്നും ആരാണെന്നും പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സോ റീഡിംഗ് ദ സ്റ്റേറ്റ്മെന്റ് അഗൈൻ. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സ്ട്രേറ്റ് ആക്സിയൽ മെമ്പേഴ്സ് വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് പിൻ ജോയിന്റ്. എല്ലാ ജോയിന്റുകളും പിൻ ആയിരിക്കണം അല്ലെങ്കിൽ ഹിഞ്ച് ആയിരിക്കണം. and always the load act at the joints only. ഒരു കാരണവശാലും മെമ്പേഴ്സിൽ along the members, sorry, vertical to the member ഒരിക്കലും ട്രാൻസ്വേഴ്സ് ലോഡ് ആക്ട് ചെയ്യാൻ പാടില്ല മെമ്പേഴ്സിൽ. hence there is no bending moment developing. ക്ലിയർ അല്ലേ പോയിന്റ്? യെസ്, എല്ലാ സാധ്യതകളും കാണിച്ചു. ഇതാണ് ബെൻഡിങ് മൊമെന്റ്, ഇത് സാധ്യമല്ല. കർവ്ഡ് മെമ്പേഴ്സ് സാധ്യമല്ല. ഓൺലി സ്ട്രേറ്റ് മെമ്പേഴ്സ് ആർ പോസിബിൾ. ക്ലിയർ അല്ലേ പോയിന്റ്? ഇനി ഈ പറയുന്ന ട്രസ് അനാലിസിസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നേച്ചർ അല്ലെങ്കിൽ യെസ് വാട്ട് കൈൻഡ് ഓഫ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ എ മെമ്പർ എന്ന് അറിയാൻ പറ്റണം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഈസ് നേച്ചർ ഓഫ് ഫോഴ്സ്. നേച്ചർ ഓഫ് ഫോഴ്സ് ഓൺ മെമ്പേഴ്സ്. നേച്ചർ ഓഫ് ഫോഴ്സ് ഓൺ മെമ്പേഴ്സ് ആൻഡ് ദെയർ ആരോ ആണ്. ആൻഡ് ദെയർ ആരോ നമുക്ക് ഇതാണ് പർട്ടിക്കുലർ രീതിയിലുള്ള സൈൻ കൺവെൻഷൻ. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ രീതിയിലാണ് നമ്മുടെ മെമ്പേഴ്സിൽ ആരോ എങ്കിൽ അതിനെ ചിലപ്പോൾ ടെൻഷൻ എന്നും ചിലപ്പോൾ കംപ്രഷൻ എന്നും പറയാം. എങ്ങനെയാണ്? നോക്കിയേ. ഞാൻ ആദ്യം സിംഗിൾ ആയിട്ട് ഒരു മെമ്പർ എടുക്കാം. ഇതാണ് ഒരു മെമ്പർ. ലെറ്റ്സ് സേ പി ക്യു എന്ന് പറയുന്ന ഒരു മെമ്പറാണ്. പി ക്യു എന്ന് പറയുന്ന മെമ്പറാണ്. ആൻഡ് നമ്മൾ ഈ മെമ്പറിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് ഏതാന്ന് ചോദിച്ചാൽ ടെൻഷനാണ്. കണ്ടാൽ അറിയാലോ ടെൻഷനാണ്. ഞാൻ എന്ത് ചെയ്യാന്നറിയോ? നോക്കിയ ഒരു കാര്യം ഉറപ്പാണ്, ഈ കാണിച്ചിരിക്കുന്നത് ജോയിന്റ് ആണ്, സംശയമില്ല. എന്ത് ജോയിന്റ് ആണ്? ദാറ്റ് ഈസ് എ പിൻ ജോയിന്റ്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാം എന്താണ്? ജോയിന്റ് ആണ്, പിൻ ജോയിന്റ് ആണ്. വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ ഡ്രോയിങ് ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ജോയിന്റ് ആണ്. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. മൊത്തത്തിൽ ജോയിന്റ് മാത്രമല്ല എല്ലാ ഭാഗത്തെയും നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു നോക്കാം. അതായത് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? ആദ്യം ഈ ജോയിന്റിന്റെ വളരെ നിയർ ആയിട്ട് എന്ത് ചെയ്യാം? അവിടെ ഒരു സെക്ഷൻ കട്ട് ചെയ്യാം. സിമിലർലി ഈ പറയുന്ന ജോയിന്റിനെ നിയർ ആയിട്ട് സെക്ഷൻ കട്ട് ചെയ്യാം. നിങ്ങൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ജോയിന്റ് മാത്രം കാണുന്നുണ്ടോ? യെസ്. ആൻഡ് ഈ ജോയിന്റിന്റെ ഇങ്ങേ സൈഡിൽ എന്താണ്? ടെൻഷൻ ആണ്. യെസ്, ഇത്തരത്തിൽ ടെൻഷൻ ആണ്. ആൻഡ് സിൻസ് വി ആർ മേക്കിംഗ് എ കട്ട് ഹിയർ, അതവിടെ ഫ്രീ ആവില്ലേ? അതൊരു ഫ്രീ ബോഡി അല്ലേ? ജോയിന്റ് മാറി നിൽക്കും അല്ലെ? ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് ആസ് എ ഫ്രീ ബോഡി. യെസ്, ഇങ്ങോട്ട് ടെൻഷൻ നമ്മൾ ആക്ട് ചെയ്തിട്ടുണ്ട്. സോ ബാലൻസ് ചെയ്യാൻ അങ്ങോട്ട് ടെൻഷൻ ഉണ്ടാവില്ലേ? അങ്ങനെയല്ലേ അതിന്റെ ഒരു രീതി? യെസ്. സോ ജോയിന്റ് നോക്കുമ്പോൾ ജോയിന്റ് പി നോക്കിയപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ആരോ കാണപ്പെടുന്നത് അല്ലേ? യെസ്. ബാക്കി മെമ്പർ വരച്ചേ. ബാക്കിയുള്ള മെമ്പർ വരയ്ക്കാണ്. ഇതാണ് ബാക്കി മെമ്പർ. തീർച്ചയായിട്ടും സിൻസ് ഫോഴ്സ് ഈസ് ആക്ടിങ് ലൈക്ക് ദിസ്, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ അറ്റത്ത് എന്തായിരിക്കും? ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, യെസ്, ഇങ്ങനെയായിരിക്കും. സിമിലർലി ഇവിടെ ഇങ്ങനെയായിരിക്കും. കാരണം ഇവിടുത്തെ ജോയിന്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കിയാൽ
യെസ്, ഇവിടുത്തെ ജോയിന്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രം നോക്കിയാൽ ഇതാണ് നമ്മുടെ ജോയിന്റ് കാണുന്നത്. യെസ്, ഞാൻ അതിനെ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യാം. സിൻസ് ഹിയർ ദ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ, അതിനെ ബാലൻസ് എന്ന രീതിയിൽ ഇങ്ങോട്ടായിരിക്കും. ആൻഡ് തീർച്ചയായിട്ടും നമ്മുടെ ടെൻസൈൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ലൈക്ക് ദിസ്. ക്ലിയർ അല്ലേ? ഫ്രീ ബോഡി ഡയഗ്രം ഓരോ ചെറിയ ചെറിയ ഭാഗത്തിന്റെയും വരച്ചു നോക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഇത് ജോയിന്റ് ആണ്. നമ്മളിപ്പോൾ ജോയിന്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ജോയിന്റ് കണ്ടാൽ അറിയാം അവിടെ ടെൻഷൻ ആണെന്ന്. കണ്ടാൽ അറിയില്ലേ? ഇവിടെ നോക്കിയേ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആരോ? നിങ്ങൾ ആരോയുടെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, ആരോന്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫ്രം വിത്ത് റെസ്പെക്ട് ടു ദ ജോയിന്റ് ഒരു കാര്യം ഉറപ്പാണ്. വിത്ത് റെസ്പെക്ട് ടു ജോയിന്റ്, ജോയിന്റ് ആണേ നോക്കേണ്ടത്. നിങ്ങൾ ജോയിന്റിൽ നോക്കിയാൽ മതി. ജോയിന്റിൽ നിന്നും ഇപ്പം ആരോ എവേ ആണ് അല്ലെ? നൗ ആരോസ് ആർ എവേ ഫ്രം ദ ജോയിന്റ്. ആരോസ് ആർ എവേ ഫ്രം ജോയിന്റ് ആണ്, ഫ്രം ജോയിന്റ് ആണ്, ജോയിന്റ് ആണ്, ജോയിന്റ് ആണ്, ജോയിന്റ് ആണ്. ഓക്കെ, വി ഓൾവേസ് കൺസിഡറിങ് ദ ഡയറക്ഷൻ ഓഫ് ആരോസ് വിത്ത് റെസ്പെക്ട് ടു ജോയിന്റ് ആണ്. ജോയിന്റിൽ നിന്നും എവേ ആണോ ജോയിന്റിന് ടുവേർഡ്സ് ആണോ ആരോയുടെ മാർക്കിംഗ് എന്നാണ് നോക്കുന്നത്. If the arrows are away from the joint, it is very obvious now. It is very obvious now. Arrows are away from the joint. Arrows are away from the joint. അതായത് PQ എന്ന് പറയുന്ന മെമ്പർ ഈസ് നൗ സബ്ജക്റ്റഡ് ടു ടെൻഷൻ ആണ്. ഒരു മെമ്പറിൽ ടെൻഷൻ ആണോ കംപ്രഷൻ ആണോ എന്നറിയാൻ വേണ്ടി ആ മെമ്പറിന്റെ ജോയിന്റിൽ നിന്നും ആരോ എവേ ആണെങ്കിൽ yes, the member is subjected to tension. The member PQ is subjected to tension ആണ്. ഒരു സീനും ഇല്ല. ക്ലിയർ അല്ലേ? കംപ്രഷൻ കൂടി വരച്ചു നോക്കാം വളരെ വേഗത്തിൽ. എന്നിട്ട് നമുക്ക് മെമ്പറിൽ ഈ പറയുന്ന ആരോസ് ഒന്ന് കാണിക്കാം. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് കംപ്രഷൻ നോക്കിയേ, ഇത് വളരെ ബേസിക്സ് ആണ്. ഇൻ കേസ് ഓഫ് കംപ്രഷൻ എന്താ സംഭവിക്കുന്നത്? ഇഫ് യു ടേക്ക് എ മെമ്പർ, ഇത് എന്താണ്? Q എന്ന് പറയുന്ന മെമ്പർ, ഇത് R എന്ന് പറയുന്ന മെമ്പർ ആണ്. ലെറ്റ്സ് സേ വി ആർ കംപ്രസിംഗ്, വി ആർ അപ്ലൈയിങ് കംപ്രഷൻ ഓൺ ദിസ് മെമ്പർ. ഇത് ജോയിന്റ് ആണ്, ഇത് ജോയിന്റ് ആണ്. കാണുന്നുണ്ടോ? ഫ്രീ ബോഡി ഡയഗ്രം വരച്ചോളൂ. ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു. ജോയിന്റ് മാത്രം നോക്കിയേ, ജോയിന്റ് മാറ്റി വരയ്ക്കുകയാണ്. ജോയിന്റ് മാത്രം നോക്കിയപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിനെ ബാലൻസ് ചെയ്യാൻ ഇങ്ങോട്ടല്ലേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ബാക്കി മെമ്പർ വരച്ചേ. മെമ്പർ വരച്ചപ്പോ അതിനെ ബാലൻസ് ചെയ്യാൻ ഇങ്ങനെ വരണം, ഇവിടെ ഇങ്ങനെ വരണം. ആൻഡ് ഈ പറയുന്ന ജോയിന്റ് മാറ്റി വരച്ചപ്പോ യെസ് ഇത്തരത്തിൽ വരണം, ഇത്തരത്തിൽ വരണം. കംപ്രഷൻ ആണെങ്കിൽ കാര്യങ്ങൾ വളരെയധികം വ്യക്തമാണ്. യെസ്, നൗ ദ ആരോസ് ആർ ടുവേർഡ്സ് ജോയിന്റ്. ആരോസ് ആർ ടുവേർഡ്സ് ജോയിന്റ് ആണ്. ടീമെ കാണുന്നുണ്ടോ? യെസ്, ദാറ്റ് മീൻസ് which implies the member QR, member അല്ലെ QR is subjected to compression. എന്തെങ്കിലും സീനുണ്ടോ? സംഭവം സെറ്റല്ലേ? ഇതാണ് പരിപാടി. നിങ്ങളുടെ മെമ്പറിൽ കംപ്രഷൻ ആണോ ടെൻഷൻ ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആരോ മാർക്ക് ജോയിന്റിനെ വിത്ത് റെസ്പെക്ട് ടു ജോയിന്റ് ആണ്. വി ഓൾവേസ് ലുക്ക് ദ ആരോസ് വിത്ത് റെസ്പെക്ട് ടു ജോയിന്റ്. ഞാൻ എഴുതാം നിങ്ങൾക്ക് വേണ്ടി. യെസ്, ലുക്ക് ഫോർ ദ ആരോ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ട്? വിത്ത് റെസ്പെക്ട് ടു ജോയിന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ജോയിന്റ്. മെമ്പർ വരച്ചു നോക്കാം. വെറുതെ നേരത്തെ വരച്ച അതേ ഉടായ്പ മെമ്പർ ആണ്. യെസ്, നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ വരച്ച അതേ ഡ്രസ്സാണ്. ഇതിൽ ഇവിടെ ഹിഞ്ച് ജോയിന്റ് ആണ്, ഇവിടെ റോളർ സപ്പോർട്ട് ആണ്. കാണുന്നുണ്ടോ? യെസ്, ഇറ്റ് ഈസ് ഹാവിംഗ് എ മെമ്പർ ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് ഹാവിംഗ് എ മെമ്പർ ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് നൗ ഹാവിംഗ് എ മെമ്പർ ലൈക്ക് ദിസ്. എല്ലാ ജോയിന്റുകളും എന്താണ്? എല്ലാ ജോയിന്റുകളും പിൻ ജോയിന്റ് ആണ്. ഒരു സംശയവും. എല്ലാ ജോയിന്റുകളും പിൻ ജോയിന്റ് ആണ്. കുറച്ച് ആരോ മാർക്ക് ചെയ്യാം. നിങ്ങൾ നോക്കിയേ, പേര് കൊടുക്കാം അല്ലെ? ABCDEA. ഇ കഴിഞ്ഞാൽ F അല്ലേ? ABCDEF അല്ലേ? ഇംഗ്ലീഷ് അറിയില്ലേ? അറിയാം. നോക്കിയേ, ലെറ്റ്സ് സേ ഇപ്പോ ഈ മെമ്പറിൽ കണ്ടോ FB എന്ന് പറയുന്ന മെമ്പർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അതിൽ ആരോ എങ്ങനെയാണ് ഇപ്പോ? നൗ ദിസ് ആരോ ഈസ് ആക്ടിങ് ടുവേർഡ്സ് ജോയിന്റ്. നിങ്ങളുടെ ആരോ ടുവേർഡ്സ് ജോയിന്റ് ആണെങ്കിൽ ഒരു സംശയം വേണ്ട. ദ മെമ്പർ FB ഈസ് അണ്ടർ എന്താണ്? ടുവേർഡ്സ് ജോയിന്റ് ആണ്. ടുവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ. അതല്ലേ എഴുതിയത്? അതല്ലേ ടീമെ ഇപ്പുറത്ത് എഴുതിയത്? ഇഫ് ദ ആരോസ്, യെസ്, എവിടെ പോയി?
ഇപ്പുറത്ത്. ഇഫ് ദ ആരോസ് ആർ arrows are towards ആണെങ്കിൽ towards, if arrows are towards then എന്താണ് compression. if the arrows are away then it is tension ആണ്. away towards about ഏതാണ് joint ആണ്. വേറെ മെമ്പർ നോക്കിയേ, ഈ കാര്യം മനസ്സിലാവണം. ഈ കാര്യം പലപ്പോഴും പലർക്കും അറിയാറില്ല, എല്ലാവരും ശ്രദ്ധിക്കാറ്. നോക്കിയേ, let's say now the direction of the arrow is something like this. ഇതിന്റെ അർത്ഥം ഈ പറയുന്ന ജോയിന്റിൽ നിന്നും away ആണ്, ഈ പറയുന്ന ജോയിന്റിൽ നിന്നും away ആണ്, which means the member ED since the arrows are away from the joint. എത്ര തവണ പറഞ്ഞാലും ആൾക്കാർ പിന്നെ വന്ന് ചോദിക്കും, if the arrows are away from the joint it is subject to tension ആണ്. away എന്ന് പറഞ്ഞാൽ ടെൻഷൻ, towards എന്ന് പറഞ്ഞാൽ കംപ്രഷൻ. ക്ലിയർ അല്ലേ പോയിന്റ്? ഏറ്റവും അടിസ്ഥാനപരമായ സൈൻ കൺവെൻഷൻ ഈസ് റിക്വയർഡ് ഇൻ കേസ് ഓഫ് എ ട്രസ്. മെമ്പറിൽ കംപ്രഷൻ ആണോ ടെൻഷൻ ആണോ എന്ന് അറിയാനുള്ള പരിപാടിയാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ് എന്താന്ന് പറഞ്ഞു, ട്രസ്സിലെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താന്ന് പറഞ്ഞു. ഓക്കെ, എന്തിനാണ് ഇത് ആവശ്യം? ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ അനാലിസിസ് ഓഫ് ട്രസ്. ട്രസ്സിന്റെ അനാലിസിസിന് വേണ്ടി ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് അനാലിസിസ് ഓഫ് ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are mainly two methods, method of section and method of joints. there is a method of joints and there is a method of section. മെത്തേഡ് ഓഫ് സെക്ഷൻ ഉണ്ട്, മെത്തേഡ് ഓഫ് ജോയിന്റ് ഉണ്ട്. സെറ്റ് അല്ലേ? രണ്ട് മെത്തേഡ് വെച്ചിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. രണ്ട് മെത്തേഡും പറഞ്ഞെത്തിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. നമുക്ക് ഈ ഒരു സെഷനിൽ മെത്തേഡ് ഓഫ് ജോയിന്റ് ജസ്റ്റ് ഒന്ന് പറയാം. മെത്തേഡ് ഓഫ് ജോയിന്റിലേക്ക് കടക്കുകയാണ്, എന്നിട്ട് നമുക്ക് മെത്തേഡ് ഓഫ് സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് മെത്തേഡ് ഓഫ് ജോയിന്റ്. നോക്കിയേ, മെത്തേഡ് ഓഫ് ജോയിന്റ് അറിയണമെങ്കിൽ ഇതിന്റെ അടിസ്ഥാനപരമായ രണ്ട് തിയറം അറിയണം. മെത്തേഡ് ഓഫ് ജോയിന്റ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മെത്തേഡ്. അതിൽ രണ്ട് അടിസ്ഥാനപരമായ തിയറം അറിയണം മിസ്റ്റർ, മുന്നോട്ട് നീങ്ങണമെങ്കിൽ. എന്തൊക്കെയാണ് ആ അടിസ്ഥാനപരമായ തിയറം? ഒന്നാമത്തെ തിയറം പറയുന്നത്, യെസ്, ദ ഫസ്റ്റ് തിയറം ഈസ് സേയിങ് if there is no external load acting if there is no external load is acting if yes there is no external load. ആ ഡയലോഗ് എഴുതാണ് നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കാം. if there is no external load acting at a joint, no external load is acting, തലന്റെ മോളാണോ? അല്ല, at a joint yes, joining having three members, at a joint having three members. ശ്രദ്ധിക്കാം, ഇതിന്റെ പ്രൂഫ് അടക്കം പറയും. having three members with two members being collinear, with two members, അതിൽ രണ്ട് മെമ്പേഴ്സ്, മൂന്ന് മെമ്പറിൽ രണ്ട് മെമ്പേഴ്സ് are with two members collinear to each other or collinear, then the force on the third member is equal to 0. എന്തെങ്കിലും മനസ്സിലായോ? ഈസ് ഈക്വൽ ടു 0. ഒന്നും മനസ്സിലാവാൻ സാധ്യത ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഫ് യു നോ ദിസ് തിങ്, നിങ്ങൾക്ക് അതിന്റെ ഫിഗർ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ അതിന്റെ ഫിഗർ വരച്ച് കീറി മുറിച്ചിട്ടേ കാര്യങ്ങൾ പറയുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ആദ്യം എഴുതുന്നുള്ളൂ. ഇഫ് ദർ ഈസ് നോ ലോഡ് ഈസ് ആക്ടിങ് അറ്റ് എ ജോയിന്റ്, ഒരു ജോയിന്റിൽ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല, സമ്മതിച്ചു. ആൻഡ് ആ ജോയിന്റിൽ മൂന്ന് മെമ്പേഴ്സ് ഉണ്ട്, സമ്മതിച്ചു. അതിൽ രണ്ട് മെമ്പേഴ്സ് കൊളീനിയർ ആണ്, സമ്മതിച്ചു. ഇതാണ് അവസ്ഥയെങ്കിൽ നാട്ടുകാരെ മൂന്നാമത്തെ മെമ്പറിലെ ഫോഴ്സ് 0 ആയിരിക്കും എന്ന് വെച്ചാ വരച്ചു നോക്കണം, ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. നോക്കിയേ. ഹലോ, ഇതാണ് ആ പറഞ്ഞ സാധനത്തിന്റെ ഡയഗ്രാം. OO എന്ന് പറയുന്ന ജോയിന്റ് ആണ്. അതിൽ നിന്നും പുറപ്പെടുന്ന മൂന്ന് മെമ്പേഴ്സ് ആണ് OA, OB ആൻഡ് ലെറ്റ്സ് സേ OC. കാണുന്നുണ്ടോ? മൂന്ന് മെമ്പർ കണ്ടോ? 1, 2, 3. ഇതിൽ രണ്ട് മെമ്പർ കൊളീനിയർ കാണുന്നുണ്ടോ? കൊളീനിയർ, യെസ്. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഈസ് അലോങ് ദ സെയിം ലൈൻ ആണ്. AO എന്ന് പറയുന്ന മെമ്പറും OB എന്ന് പറയുന്ന മെമ്പറും കൊലീനിയർ ആണ്. ആൻഡ് ഈ പറയുന്ന ജോയിന്റിൽ തീർച്ചയായിട്ടും there is no external load is acting. അവർ പറയുന്നത് എന്താ അറിയോ? the force on the member OC is equal to 0 എന്നാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ തിയറം. നമ്മൾ ട്രസ് എന്താന്ന് പറഞ്ഞു, ട്രസിന്റെ ആരോന്റെ ഡയറക്ഷൻ എന്താന്ന് പറഞ്ഞു, അതിനൊരു രീതിയുണ്ട്. അതേപോലെ മെത്തേഡ് ഓഫ് ജോയിന്റ് മുന്നോട്ട് പോകണമെങ്കിൽ ഈ രണ്ട് തിയറം, അതിൽ ഒന്നാമത്തെ തിയറമാണ് ഇപ്പൊ പറയുന്നത്, അത് അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോയി കാര്യം ഉണ്ടാവില്ല. പ്രൂവ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്കറിയാം, at a joint
there are two number of equilibrium equations. Equilibrium equation രണ്ടെണ്ണമാണ് ജോയിന്റിൽ. ഏതൊക്കെയാണ്? summation f x is equal to 0, summation f y is equal to 0. ഒരു കാരണവശാലും ഒരു ജോയിന്റിൽ ശ്രദ്ധിക്കുക ഒരു ജോയിന്റിൽ summation m z is equal to 0 എന്ന് പറയുന്ന equilibrium equation ഇല്ല. why? ഒരു ജോയിന്റിലാണ് പറയുന്നത്, ജോയിന്റിൽ, വേറെ എവിടെയല്ല, ജോയിന്റിലാണ് പറയുന്നത്. നോക്കി ടീമേ, ഇതെല്ലാം ആക്സിയൽ മെമ്പേഴ്സ് ആണ്, ഇതെല്ലാം ആക്സിയൽ മെമ്പേഴ്സ് ആണ്. അതായത് നോക്കിയേ, ഈ ജോയിന്റ് നിങ്ങൾ സെപ്പറേറ്റ് വരച്ചോളൂ. ഞാൻ ഇപ്പുറത്തെ പേജിൽ വരയ്ക്കാം. ഈ ജോയിന്റ് നിങ്ങൾ സെപ്പറേറ്റ് വരച്ചോളൂ, ജോയിന്റ് മാത്രം സെപ്പറേറ്റ് വരയ്ക്കുകയാണ്. ഓക്കെ, അതിന് മുമ്പ് നിങ്ങൾക്ക് ആരോ മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി. ഇതാണ്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആരോ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആരോ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആരോ. ലെറ്റ്സ് സേ എല്ലാ മെമ്പേഴ്സിലും ഇങ്ങനെയാണ് ആരോ, ഞാൻ കഴിഞ്ഞിട്ടതാണ്. ഇഫ് ദ ആരോസ് ആർ അവേ ഫ്രം, അല്ലേ, ഇപ്പോൾ ആരോസ് away from the joint ആണ്. അതായത് all the members are in tension, all the members are in tension because the arrow is away from the joint, അല്ലേ? യെസ്, ഇപ്പൊ പറഞ്ഞ പോയിന്റ്, ഒരു ജോയിന്റിൽ സമ്മേഷൻ fx is equal to 0, സമ്മേഷൻ fy is equal to 0 മാത്രമേ ഉണ്ടാവുള്ളൂ. സമ്മേഷൻ മൊമെന്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. കാരണം എന്താണ്? നോക്കിയ ടീമേ, ഇതാണ് ജോയിന്റ് O, ഇതാണ് ജോയിന്റ് O, അല്ലെ? ഇവിടെ AO എന്ന് പറയുന്ന മെമ്പർ ഉണ്ടായിരുന്നു. അതിന്റെ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യാം? ആക്സിയൽ മെമ്പർ അല്ലേ? യെസ്, അതിന്റെ ടെൻഷൻ ഇങ്ങനെ ആക്ട് ചെയ്യാം. യെസ്, പിന്നെ ഏതാ മെമ്പർ ഉള്ളത്? OB, അതിന്റെ ആക്സിയൽ ഫോഴ്സ് അല്ലേ, ടെൻഷൻ ആണ്, അത് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ഫോഴ്സിന്റെയും ആക്സിയൽ ആണ് ഡയറക്ഷൻ, ആക്സിയൽ ആണ് എന്ന് വെച്ചാൽ എല്ലാ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും ഒരേ പോയിന്റിലൂടെ കടന്നു പോകുന്ന കണ്ടില്ലേ? എക്സിൻട്രിസിറ്റി ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എക്സിൻട്രിസിറ്റി 0. എടോ, എക്സിൻട്രിസിറ്റി ഇല്ലെങ്കിൽ എന്ത് വകുപ്പിലാണ് മൊമെന്റ് ഉണ്ടാവുക? യെസ്, മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു സം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണ്ടേ, ഓർ സം എക്സിൻട്രിസിറ്റി വേണ്ടേ? there is no distance between the forces acting at this joint. ഈ ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും ഒരേ പോയിന്റിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് തമ്മിൽ, ആ ഫോഴ്സസുകൾ തമ്മിൽ എക്സെൻട്രിസിറ്റി ഇല്ല എന്നല്ലേ? അല്ലേ? എക്സെൻട്രിസിറ്റി ഇല്ലേ, പിന്നെ എന്ത് മൊമെന്റ്? ആ കാരണം കൊണ്ടാണ് at a joint നമ്മൾ പ്രീവിയസ് സ്ട്രക്ചർ അനാലിസിസ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, summation of fx is equal to 0, summation of fy is equal to 0. there is no summation of moment equal to 0 at a joint. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ക്ലിയർ അല്ലേ? യെസ്, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഇതിന്റെ പ്രൂഫ് ആണ് പറയുന്നത്. ശ്രദ്ധിച്ചേ, ഒരാവശ്യമില്ല, മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവം കളർഫുൾ ആണ്. പ്രൂഫ് നോക്കിയേ, നമ്മൾ പറയുന്നത് 3 മെമ്പേഴ്സ് അറ്റ് എ ജോയിന്റ് ജോയിൻ ചെയ്യുന്നു. അതിൽ 2 മെമ്പേഴ്സ് കൊളീനിയർ ആണെങ്കിൽ മൂന്നാമത്തെ മെമ്പറിലെ ഫോഴ്സ് 0 ആണെന്നാണ്. അതായത് FOC ഫോഴ്സ് ഇൻ ദ മെമ്പർ OC ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻസ് സമ്മേഷൻ fx is equal to 0, സമ്മേഷൻ fy is equal to 0. ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? ഞാൻ ഈ പറയുന്ന ഫോഴ്സിനെ, അതായത് ഇൻക്ലൈൻഡ് ഫോഴ്സ് അല്ലേ, ലെറ്റ്സ് സേ ദിസ് ആംഗിൾ ഈസ് തീറ്റ, ഒരു കണ്ടീഷൻ നിർബന്ധമാണ്, തീറ്റ ഒരു കാരണവശാലും 0 ഡിഗ്രി ആകാൻ പാടില്ല, തീറ്റ ഒരു കാരണവശാലും 180 ഡിഗ്രി ആകാൻ പാടില്ല. എടോ, തീറ്റ 0 ഡിഗ്രി ആയി കഴിഞ്ഞാൽ യെസ്, ഈ പറയുന്ന OC എന്ന മെമ്പർ OB ആയി പോവില്ലേ? തീറ്റ 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ OC എന്ന് പറയുന്ന മെമ്പർ എന്തായി പോവും? OB എന്ന് പറയുന്ന മെമ്പർ ആയി പോവില്ലേ? പിന്നെ അവിടെ മെമ്പർ ഉണ്ടോ? ഇല്ല. ക്ലിയർ അല്ലേ? യെസ്, ഇറ്റ് ഈസ് സിമിലർ ടു OB ആൻഡ് OA. അതില് അർത്ഥമില്ല, അർത്ഥശൂന്യമാണ് അത്. സോ ഈ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ തീറ്റയുടെ കണ്ടീഷൻ പറയണം, നിർബന്ധമാണ്. തീറ്റ ഈസ് നെവർ ഈക്വൽ ടു 0, തീറ്റ ഈസ് നെവർ ഈക്വൽ ടു 180. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഈ പറയുന്ന ഇൻക്ലൈൻഡ് മെമ്പറിനെ 2 പ്ലെയിനിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കാം. സോ ഇതാണ് അതിന്റെ y കമ്പോണന്റ്. ദിസ് വിൽ ബി FOC, യെസ്, സൈൻ തീറ്റ ആയിരിക്കും അല്ലെ, FOC സൈൻ തീറ്റ. സിമിലർലി ഈ കമ്പോണന്റ് ആയിരിക്കും എന്ത്? FOC കോസ് തീറ്റ അല്ലെ, ഇൻക്ലൈൻഡ് മെമ്പർ അല്ലേ? യെസ്, പറ്റും. ഇങ്ങനെ നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം സമ്മേഷൻ ഓഫ് FY is equal to 0 ആണ്. സമ്മേഷൻ ഓഫ് FY equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരേ ഒരു ഫോഴ്സേ ഉള്ളൂ, ബാക്കിയെല്ലാം x ഡയറക്ഷനിലാണ്. അതുകൊണ്ട് എഴുതാം FOC sin theta equal to 0. FOC sin theta equal to 0. നോക്കിയേ, sin theta എപ്പോഴാണ് 0 ആവുക? എടോ, sin theta ഒന്നെങ്കിൽ sin 0 ആണ് ഓർ sin 180 ആണ്, അല്ലയോ? ബട്ട് നിർഭാഗ്യം എന്ന് പറയട്ടെ,
ഇവിടെ ഒരു കാരണവശാലും തീറ്റ ഇസ് നെവർ ഈക്വൽ ടു 0, തീറ്റ ഇസ് നെവർ ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെ ആവാൻ പാടില്ല. ഒരിക്കലും തീറ്റ 0യോ 180 ആകാൻ പാടില്ല. യെസ്, അഥവാ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫിഗറെ വരയ്ക്കാൻ പറ്റൂല. അതായത് സൈൻ ഈ ഒരു ഇക്വേഷനിൽ സൈൻ ഈസ് നെവർ ഈക്വൽ ടു 0. സൈൻ ഈസ് നെവർ ഈക്വൽ ടു 0. അതായത് എന്ത് പോസിബിലിറ്റിയേ ഉള്ളൂ? FOC എന്ന് പറയുന്ന ഫോഴ്സ് 0 ആയേ പറ്റൂ. സംഭവം മനസ്സിലായോ? സൈൻ തീറ്റ ഒരിക്കലും 0 ആവില്ല. കാരണം തീറ്റ ഇസ് നെവർ ഈക്വൽ ടു 0, തീറ്റ ഇസ് നെവർ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈസ് ദാറ്റ് ഓക്കെ? സോ പ്രൂവ് ചെയ്തിരിക്കുകയാണ് എന്ത്? ഈ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. എന്ത്? ഇഫ് there is no external load is acting at a member at a joint which is having 3 members with the 2 members being collinear, then the force on the third member is equal to 0. അതാണ് തിയറം നമ്പർ 1. ലെറ്റ്സ് മൂവ് ടു തിയറം നമ്പർ 2. രണ്ടാമത്തെ തിയറത്തിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് തിയറം 2. 2 തിയറം ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ 2 തിയറവും. എന്താണ് രണ്ടാമത്തെ തിയറം? യെസ്, വാട്ട് ഈസ് ദ സെക്കൻഡ് തിയറം സേയിങ്? സെയിം ഡയലോഗ് ആണ്. ഇഫ് no external load is acting at a joint, okay, having 2 members, എത്രയാണ് ഇപ്പം? 2 members. ഇപ്പൊ 2 മെമ്പറേ ഉള്ളേ. having 2 members, yes, both are having 2 members and both are non-collinear ആണ്. and both are non-collinear. ഇപ്പൊ 2 മെമ്പറേ ഉള്ളൂ, ആ 2 മെമ്പർ നോൺ കൊളീനിയർ ആണ്. then force on that both member is equal to 0. 2 മെമ്പറേ ഉള്ളൂ. yes, there is no external load acting at a joint. ആ ജോയിന്റിൽ 2 മെമ്പറുകൾ ആക്ട് ചെയ്യുന്നു. ആ 2 മെമ്പറും നോൺ കൊളീനിയർ ആണ്. നേരത്തെ 3 മെമ്പേഴ്സ് ആയിരുന്നു പറഞ്ഞത്, ഇപ്പൊ 2 മെമ്പേഴ്സിന്റെ സിറ്റുവേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ 2 മെമ്പറിലും 0 ആയിരിക്കും ഫോഴ്സ്. സംഭവം വരച്ചു നോക്കിയാലേ സാധനം കളറാവുള്ളൂ. നോക്കൂ. യെസ്, ഇതാണ് പരിപാടി. ജോയിന്റ് O, ദിസ് ഈസ് ദ മെമ്പർ OA ആൻഡ് ലെറ്റ്സ് സേ ദിസ് ഈസ് ദ മെമ്പർ OB. ഇവരുടെ ആംഗിൾ എത്രയാണ്? they are having an angle theta ആണ്. ഞാൻ വീണ്ടും പറയുന്നു, theta should never equal to 0, theta should never equal to 180 ഡിഗ്രി. എന്നാലല്ലേ ഇവരെ നോൺ കൊളീനിയർ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലയോ മനുഷ്യ? യെസ്, ഈ പറയുന്ന തീറ്റ 0 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന മെമ്പർ ഇങ്ങനെ ആയി പോകൂലേ? പിന്നെ അവിടെ എന്തോ കാര്യമുണ്ടോ? ഇല്ല. ഈ പറയുന്ന തീറ്റ 180 ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന മെമ്പർ ഇങ്ങനെ ആയി പോകൂലേ? അപ്പൊ കൊളീനിയർ ആയില്ലേ? അപ്പൊ അതിന് കാര്യമില്ല. ദിസ് മെമ്പേഴ്സ് ഷുഡ് ബി നോൺ കൊളീനിയർ. അങ്ങനെ നോൺ കൊളീനിയർ ആയി നിൽക്കണമെങ്കിൽ 0യ്ക്കും 180ക്കും ഈക്വൽ ആവാൻ പാടില്ല. കണ്ടീഷൻ ഓക്കെ, സെറ്റ്. നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് മാർക്ക് ചെയ്യാം. തോന്നിയത് പോലെയാണ്. ലെറ്റ്സ് സേ ഏറോസ് ആർ എവേ ആണ്. ദാറ്റ് ഈസ് മെമ്പേഴ്സ് ആർ അണ്ടർ എന്താണ്? ടെൻഷൻ ആകുന്നു. മെമ്പേഴ്സ് ആർ അണ്ടർ ടെൻഷൻ അറ്റ് എ ജോയിന്റ്. ഇക്വിലിബ്രിയം ഇക്വേഷൻ ഏതാണ്? ഹേ, സമ്മേഷൻ Fx is equal to 0, സമ്മേഷൻ Fy is equal to 0. നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻക്ലൈൻഡ് മെമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? റിസോൾവ് ചെയ്യാൻ പറ്റും. റിസോൾവ് ചെയ്തോളൂ. യെസ്, അതിനെ നമുക്ക് FOB എന്നാണ്. അതിനെ സൈൻ തീറ്റ എന്ന് എഴുതാം. അതിന്റെ അടുത്ത കമ്പൗണ്ട് ദാ ഈ ഡയറക്ഷനിലായിരിക്കും. യെസ്, FOB കോസ് തീറ്റ എന്നായിരിക്കാം. ഞാൻ ആദ്യം സമ്മേഷൻ Fy is equal to 0 ചെയ്യുന്നു. ലെറ്റ്സ് ഡു സമ്മേഷൻ Fy is equal to 0. സമ്മേഷൻ Fy is equal to 0 ചെയ്താൽ നോക്കൂ. ഈ ഫിഗറിൽ y ഡയറക്ഷനിൽ ആരേ ഉള്ളൂ? y ഡയറക്ഷനിൽ ഒരേ ഒരു ഫോഴ്സ് that is FOB sin theta is equal to 0. that is FOB sin theta is equal to 0. sin theta ഒരിക്കലും 0 ആകുന്നില്ല. എന്തുകൊണ്ട്? because theta is not equal to 0, theta is not equal to 180 degree. അപ്പോ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ FOB 0 ആയേ പറ്റൂ. അതല്ലേ അതിന്റെ രസം. സൈൻ തീറ്റ ഇപ്പൊ ഈ ഒരു അവസരത്തിൽ സൈൻ തീറ്റ നേരത്തെ പറഞ്ഞതുപോലെ 0 ആവില്ല. അതുകൊണ്ട് FOB 0 ആവുക എന്നുള്ളത്. യെസ്, അപ്പോൾ ഒരു മെമ്പർ നമ്മൾ 0 ആക്കി. പ്രൂഫ് ആണ് പറയുന്നത്. ഇനി സമ്മേഷൻ ഓഫ് Fx is equal to 0 പറഞ്ഞേ. സമ്മേഷൻ ഓഫ് F in the force in the x direction. നോക്കൂ. യെസ്, ഏതാണ് എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ്? OA എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, FOA എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. അതേപോലെ അതേ ഡയറക്ഷനിൽ FOB കോസ് തീറ്റയും ഉണ്ട്. നോക്കാം.
അതായത് FOA പ്ലസ് എന്താണ് FOB cos theta is equal to 0. അതല്ലേ ഇക്വേഷൻ. എടാ ഓൾറെഡി FOB 0 ആയി, അതിനർത്ഥം FOA is equal to 0 അല്ലേ? പ്രൂഫാണ് കാണുന്നത് ടീമേ. പ്രൂഫ് എന്തിന്റെ പ്രൂഫ്? യെസ്, if there is no external load is acting at a joint having two members which are non-collinear, then force on both the members are equal to 0. യെസ്, ശ്രദ്ധിക്കുക. ട്രസ് എന്താണെന്ന് പറഞ്ഞു. ഒരു ട്രസ് മെമ്പറിന്റെ ഫോഴ്സിന്റെ നേച്ചർ എന്താണെന്ന് അറിയണമെങ്കിൽ ആരോ വിത്ത് റെസ്പെക്ട് ടു ജോയിന്റ് നോക്കിയാൽ മതി. ഇഫ് ആരോസ് ആർ അവേ ഫ്രം ദ ജോയിന്റ്, മെമ്പറിൽ ടെൻഷൻ ആണ്. ഇഫ് ആരോസ് ആർ ടുവേർഡ്സ് ജോയിന്റ്, മെമ്പറിൽ കംപ്രഷൻ ആണ്. ഈ രണ്ട് തിയറം കൂടി ഉണ്ടാകുമ്പോഴേ ഇവിടെ മെത്തേഡ് ഓഫ് ജോയിന്റ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയുള്ളൂ. യെസ്, കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നോക്കിയേ, 1 year സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വീക്കില് സ്ട്രക്ചർ അനാലിസിസിലെ ട്രസ് ആൻഡ് മെത്തേഡ് ഓഫ് സ്ട്രക്ചർ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ട്രസ്സിലെ കുറച്ച് പോയിന്റുകളാണ് പറഞ്ഞത്, വെരി ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യുക. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ഇൻഫോർമേഷൻ. സൈലം ടെക്നിക്കലിന്റെ AE സിവിൽ ഹോളിഡേ ബാച്ച് ലോഞ്ച് ചെയ്യാണ്. ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്. യെസ്, AE സിവിൽ ഹോളിഡേ ബാച്ച് ഓഫ്ലൈൻ ക്ലാസ്സസ് കാലിക്കറ്റ് മാവൂർ ക്യാമ്പസിൽ. നോക്കിയേ, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 21-നാണ്. വെറും 15,000 രൂപയ്ക്കാണ് ഈ പറയുന്ന കിടിലൻ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുന്നത്. അതായത് നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ വില. സോ ഇന്ന് തന്നെ സൈലം ടെക്നിക്കൽ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വിളിച്ച് ചോദിച്ച് അന്വേഷിക്കുക, എന്നിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഈ വരുന്ന ഈ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം. സിമിലർലി ഓവർസിയർ സിവിലിന്റെ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് 4th ഏപ്രിലിന്, അതും കാലിക്കറ്റ് ഓഫ്ലൈൻ ക്യാമ്പസിൽ വെച്ചിട്ട്. അട്രാക്റ്റീവ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 10,000 രൂപയ്ക്കാണ് മുഴുവൻ കണ്ടന്റും നിങ്ങളിലേക്ക് എത്തുന്നത്. ഇന്ന് തന്നെ സൈലം ടെക്നിക്കലുമായിട്ട് കോൺടാക്ട് ചെയ്യാം, കോഴ്സസിനെ കുറിച്ച് അറിയാം, എന്തൊക്കെയാണ് ക്ലാസ്സസ്, എങ്ങനെയൊക്കെയാണ് ക്ലാസ്സസ്. യെസ്, എന്നിട്ട് ഉടൻ തന്നെ യെസ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. വരാൻ പോകുന്ന എല്ലാ എക്സാമുകളും നമുക്ക് ക്രാക്ക് ചെയ്യണം. വീണ്ടും കാണാം മറ്റൊരു അവസരത്തിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.